അപ്പോൾ ഒരു ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എതിർഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയുടെ പേര്, അവരുടെ ഫോട്ടോ നമ്മളിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കലാപരിപാടിക്ക് പോകുന്നില്ല. എന്നാലും ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണാൻ നേരത്ത് എവിടെയോ ചില പൊരുത്തക്കേടുകളില്ലേ എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർക്കെതിരെയൊക്കെ വലിയ ആരോപണമായിട്ട് പലരും ഈ ന്യൂസ് മീഡിയ റൂമിൽ വന്നിരുത്തിട്ട് ആരോപണം ഉന്നയിച്ചു. ഇവരെയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഓരോ ദിവസവും ഓരോ ആരോപണം ഉന്നയിക്കും. നമ്മുടെ മീഡിയക്കാർ അതിരുന്ന് പബ്ലിഷ് ചെയ്യും, ചർച്ചയാവും, വിവാദമാകും, നടന്മാരുടെയൊക്കെ പിന്നാലെ ഓടും. ഇതിനുശേഷം ഒരു പുള്ളിക്കാരി വന്നു. ഈ പുള്ളിക്കാരി വന്നിട്ട് 6-7 പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ജയസൂര്യ ഉണ്ടായിരുന്നു, മുകേഷ് ഉണ്ടായിരുന്നു, വിളച്ചിലെടുക്കരുത് കേട്ടോ, അതുപോലെ തന്നെ നമ്മുടെ മണിയമ്പിള്ള രാജു ഉണ്ടായിരുന്നു, ഇളവേള ബാബു ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർക്കെതിരെ, എണീറ്റിപ്പം നിൽക്കാൻ ശേഷിയില്ലാത്ത പലർക്കെതിരെ ഇവർ വന്ന് ആരോപണം ഉന്നയിച്ചു. ഭയങ്കര വാർത്ത, ഭയങ്കര ബഹളം. ഇടയ്ക്ക് പക്ഷേ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് റോങ് ഫൗള് വരാൻ തുടങ്ങി. അപ്പോഴേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി സത്യസന്ധമായി ഒരു ആരോപണമായി വരുന്ന ഒരാളെ ആ ആരോപണത്തെ തന്നെ കോമഡിയാക്കുന്ന ഒരവസ്ഥ. ഈ ആരോപണമായിട്ട് വന്ന ചില സ്ത്രീകളുടെ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളോടൊപ്പമൊക്കെ ചേർന്നിട്ട് നമ്മളൊരു സെൽഫിയൊക്കെ എടുത്തു, നമ്മൾ ആശംസിക്കും, ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിടും. ഇടയ്ക്കൊരു സിനിമ ഇറങ്ങാൻ നേരത്തെ ആ സിനിമ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എഴുതി വിടും. എന്നിട്ട് ഇവർ പറയും എന്താ ഞങ്ങളെ പീഡിപ്പിച്ചാണ്. ഒരു പീഡിപ്പിച്ച ആൾക്ക് വേണ്ടി സിനിമയ്ക്ക് ആരെങ്കിലും പ്രൊമോഷൻ ചെയ്യും? ഒരു പീഡിപ്പിച്ച ആളെ ഒരു ഫോട്ടോ എടുത്തിട്ട് കവർ ഫോട്ടോ ആക്കുമായിരിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇതുപോലുള്ള പരിപാടി കുറച്ച് നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പം ഓരോരുത്തർക്കെതിരെയും വന്നിട്ട് ഓരോ യൂട്യൂബ് ചാനലും വന്നിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഇപ്പം അടുത്ത കാലത്തായിട്ട് കലാഭം മണിയുടെ പേരൊക്കെ പറയുന്നുണ്ടു, ജാഫർ ഇടുക്കിയുടെ പേര് പറയുന്നുണ്ടു, ബാലേന്ദ്രൻ നമ്മുടെ പഴയ ബാലേന്ദ്ര മേനോനെതിരെയൊക്കെ പറയുന്നുണ്ടു, ബാലേന്ദ്ര മേനോൻ കേസ് കൊടുത്തു എന്നൊക്കെ അറിയുന്നു. അപ്പോൾ ഇവർ വന്നിരുന്ന ഓരോരുത്തരുടെ പേര് പറയാം. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇവർ ഏത് സിനിമാ നടിയാണെന്ന് പോലും എനിക്കറിയത്തില്ല, ഏത് സിനിമയിലാണ് ഇവർ അഭിനയിച്ചതെന്ന് പോലും അറിയത്തില്ല. ആ കാലഘട്ടങ്ങളിലുള്ള സിനിമയാണ്. തപ്പിപ്പിറകി പോയി കഴിഞ്ഞാൽ ഏതോ ഒരു കോണിൽ ഇവരിങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാം എന്നുള്ളതല്ലാതെ ഒരു സിനിമയിലും പ്രധാനപ്പെട്ട റോള് പോലും ചെയ്തിട്ടില്ല. പിന്നെ ഒരു സ്ത്രീയാണല്ലോ, ആരോപണം ഉന്നയിക്കുമല്ലോ. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വെറുതെ ആരോപണം ഉന്നയിച്ചാൽ മതിയോ? സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെ വന്നിട്ടൊരു ആരോപണം ഉന്നയിക്കും, എന്നിട്ട് ഇവർ വന്നിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ എടുക്കും. ഓരോ ദിവസവും ഇക്കളിപ്പെടുത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരു പബ്ലിക് ന്യൂസൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ആണ്. ആ കൂടി 2-3 സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ നടന്മാരും ഇവരെ പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റിപ്പോർട്ടർ ടി വിയിൽ അരുൺകുമാറിനെതിരെ ഇവർ പരാതി കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ അരുൺകുമാറിൻ്റെ ഒരു ലൈവ് ചാറ്റിൽ ഇവരെ കിട്ടി. ഇവർ വന്നിരുന്ന് വിയർത്തൊഴുകിയ ചാറ്റിൽ അവർ വന്നിരുന്നു പറഞ്ഞിട്ട് മുകേഷുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. മുകേഷിന് പിന്നെ ഇത് കഴിയുമ്പോൾ ഇവർ 25,000 രൂപ വേണമെന്ന് പറയുന്നുണ്ട്. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആളോടാണ് മെസ്സേജ് അയക്കുന്നത്. ഒരു സിംഗിൾ മദർ അല്ലേ, മോളെ പഠിപ്പിക്കാൻ ചിലവില്ലേ, ഒരു 25,000 ഞാൻ ചോദിച്ചു, എന്താ തന്നാൽ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. മുകേഷ് ഒഴിവായി, എൻ്റെ കയ്യിലും പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഇവരുടെ ഓരോ ഡയലോഗ് കേൾക്കാൻ നേരത്തും ഫൗളാണ്, നല്ല ഒന്നാന്തരം ഫൗളാണ് ഇവരടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിലും ഈ ഹാപ്പി ന്യൂ ഇയറോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോ റിയാക്ഷൻസൊക്കെ വാട്സപ്പ് വഴി അയക്കും. പിന്നെ ഒരു ബന്ധു വഴി 1,00,000 രൂപ കണ്ട് വേണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഇതിനെപ്പറ്റി ചോദിക്കാൻ നേരത്ത് കിടന്ന് ഉരുളുക, ഭയങ്കരമായിട്ട് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്തയുണ്ട്. ഇവരെന്താണ് ഏതാണെന്നൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരു വാർത്തയാണ്. ഞാനിവിടെ പേര് പറയുന്നില്ല. നടൻ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ബന്ധുവായ യുവതിയുടെ പരാതിയിൽ നടിക്കെതിരെ പോലീസ് പോസ്കോ കേസ് എടുത്തതിന് പിന്നാലെയാണ് നീക്കം. 16 വയസ്സുള്ളപ്പോൾ ഓഡീഷൻ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുപോവുകയും മറ്റു പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നുമായിരുന്നു നടിക്കെതിരെ ഇവരുടെ ബന്ധു കൂടിയായ പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ആലുവ സ്വദേശിയായ നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് പോസ്കോ നിയമപ്രകാരം കേസെടുത്തു. 2014 പോസ്കോ കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓഡീഷനാണെന്ന് പറഞ്ഞ് തന്നെയും അമ്മയും ചെന്നൈക്ക് കൊണ്ടുപോയ നടി
ഒരു ഹോട്ടലിൽ എത്തിച്ച് പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നായിരുന്നു അടുത്ത ബന്ധുവായ പെൺകുട്ടിയുടെ പരാതി. നടിക്ക് പെൺവാണിഭ സംഘവുമായി ബന്ധമുണ്ടെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. ഇതാണ് വാർത്തയെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ വന്നിരുന്നിട്ട് ഇപ്പോൾ നല്ലൊരു സീസണാണ്, അത്യാവശ്യം ഫേമസ് ആവാം, അത്തരത്തിൽ കുറേ ആരോപണമൊന്നും ഉന്നയിക്കും. ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പോസ്കോ കേസാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഒളിവിലാണെന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ഈ അരുൺകുമാർ ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ പീഡിപ്പിച്ച ഒരാളോട് നിങ്ങൾ എങ്ങനെയാണ് പണം ചോദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്, ഈ ബന്ധം പുതുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് അറിയോ, നാളെ അമ്മ സംഘടനയിൽ ഒരവസരം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിൽ ഒരവസരം ഇവരൊക്കെ വിചാരിച്ച കിട്ടും, എന്തായാലും പീഡിപ്പിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇമാതിരി ടീമുകളൊക്കെ വന്നിരുന്നിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും ഇതുപോലെ മീഡിയക്കാരൊന്ന് ഫിൽട്ടർ ചെയ്യുന്നതന്നെയായിരിക്കും. കണ്ടെടുത്തൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന ടീമിനെ കൊണ്ടുവന്നിട്ട് മീഡിയയിൽ കൊണ്ടിരുത്തും, ലൈവായിട്ട് വിടും. ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ മുഴുവൻ പീഡിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആ കൂടി ഇവർ സിനിമയിൽ 2-3 സിനിമയിൽ ഏതോ കോണിൽ അവിടെ എവിടെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. പലരും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് നിന്നു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവരെയല്ല പറയുന്നത്, ചിലർ, മനസ്സിലായോ, ചിലർ. അപ്പം ഇതുപോലെ നല്ല ഉഡ്ഡായിപ്പ് ആരോപണമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യരുമായിട്ട് ഞാൻ പറഞ്ഞ വാർത്തയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളുമായിട്ട് നല്ല ബന്ധമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, പേര് പറയാത്തത് നമ്മുടെ നാട്ടിലെ നിയമം നിലനിൽക്കുന്നതുകൊണ്ടാണ്.